من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ഇവിടെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ആമിലിൻ്റെ പേര് അൽ ഇസ്മു അത്താമു, താമായ ഇസ്മ്. താമായ ഇസ്മ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ആശയം നൽകുന്ന ഒരു ഇസ്മ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇൻദി റിത്തുലുൻ, എൻ്റെ അടുക്കൽ ഒരു റിത്തുല് ഉണ്ട്. എൻ്റെ അടുക്കൽ ഒരു റിത്തുല് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ലിറ്റർ, ഒരളവാണ്. സൈത്തൻ, സൈത്ത് എണ്ണയാൽ ഒരു റിത്തുല് എൻ്റെ അടുക്കലുണ്ട്. അപ്പൊ ഇവിടെ നോക്ക് നിങ്ങൾ, റിത്തുലുൻ എന്നതൊരു ഇസ്മാണ്, പൂർണ്ണമായ ഇസ്മാണ്. എൻ്റെ അടുത്തിൽ ഒരു റിത്തുലുണ്ട്. അപ്പൊ ആ ഒരു റിത്തുല് എന്താവാം? എണ്ണയാവാം, ചിലപ്പോൾ പാലാവാം, വെള്ളമാവാം, മണ്ണെണ്ണയാവാം, അങ്ങനെ എന്തും ആവാം. അപ്പൊ അതിനൊന്ന് വിശദീകരിച്ചു. ആ ഒരു റിത്തുല് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈത്ത് എണ്ണയാലാണ് എൻ്റെ അടുക്കലുള്ളത്. അപ്പോൾ ഈ റിത്തുലുൻ എന്ന ഇസ്മ് സൈത്ത് എന്ന മറ്റൊരു ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. റിത്തുല് എന്ന പൂർണ്ണമായ ഒരു ഇസ്മ് സൈത്ത് എന്ന മറ്റൊരു ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. അത് നമുക്ക് ഒരു റിത്തുല് എന്തുമാകാമായിരുന്നു, അതിൽ നിന്നും ഇന്നതാണ് എന്ന് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. അടുത്ത ഉദാഹരണം നോക്കാം നിങ്ങൾക്ക്. മനവാനി, രണ്ട് മഞ്ഞുണ്ട്. അതും ഒരളവാണ്. രണ്ട് മഞ്ഞ് നമ്മൾ ഒരു ഏകദേശം നമ്മൾ പറയുന്ന പോലെ ഒരു വലിയൊരു പാത്രം. പണ്ട് കാലത്തൊക്കെ അളവ് അങ്ങനെയാണല്ലോ. നാഴി അല്ലെങ്കിൽ വലിയൊരു നാരായം എന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെയാണ്. മനവാനി, രണ്ട് മഞ്ഞുണ്ട്. സംനൻ, വെണ്ണയാൽ, നെയ്യിനാൽ. അപ്പൊ ഇവിടെ മനവാനി എന്ന ഇസ്മ് സംന് എന്ന മറ്റൊരു ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. മറ്റൊരു ഉദാഹരണം, വഖഫീസാനി ബുർറൻ, ഗോതമ്പിനാൽ രണ്ട് പറയുണ്ട്. രണ്ട് പറ. അപ്പൊ ഇവിടെ ബുർറൻ എന്ന ഇസ്മിനിക്ക് ഖഫീസാനി എന്ന ഒരു താമായ ഇസ്മ് നസ്ബ് ചെയ്തു. അതുപോലെ വഇശ്റൂന ദിർഹമൻ, എൻ്റെ അടുക്കൽ 20 ഉണ്ട്. 20 എന്താ? ദിർഹമൻ, ദിർഹമിനാൽ. അപ്പൊ എൻ്റെ അടുക്കൽ 20 ദിർഹമുണ്ട്. അപ്പൊ ഇശ്റൂന എന്ന ഇസ്മ് ദിർഹം എന്ന ഒരു ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. വലി, അടുത്തത് പറഞ്ഞു, ലി, എനിക്കുണ്ട്. മിൽഉഹു, അത് നിറച്ചും, ആ പാത്രം നിറച്ചും, ഒരു സാധനം, ഏതോ ഒരു സാധനം, അപ്പൊ അത് നിറച്ചുമുണ്ട്. അസലൻ, തേനിനാൽ. അപ്പൊ ഇവിടെയൊക്കെ സൈത്തൻ, സംനൻ, ബുർറൻ, ദിർഹമൻ, അസലൻ തുടങ്ങി ഈ ഇസ്മുകൾക്കൊക്കെ നസ്ബ് ചെയ്തത് ഒരു പൂർണ്ണമായ ഇസ്മാണ്. അതുകൊണ്ട് 100 ആമിലുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആമിലാണ് അൽ ഇസ്മുത്താമ്. ഇനി ഇത്ര എണ്ണം നമുക്ക് നിശ്ചയിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഫിഅലൊരു ആമിലാണ് പറഞ്ഞ പോലെ ഇങ്ങനത്തെ താമായ ഇസ്മുകളും ഒരു ആമിലാണ്. അത് ഒന്നായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണ്? അതെ.
തമീസ് പ്രകാരം നസ്ബ് ചെയ്യുന്നത്. പറഞ്ഞു. അത് ഈ ഇന്ദി എന്ന ഖബറാണത്. ഖബർ മുഖദ്ദം, അതിൻ്റെ മുബത്തതയാണ് ഈ റിത്തുലുൻ എന്നത്. അതിന് റഫ് ആണ്. റഫ് ഇവിടെ ലമ്മത്ത് കൊണ്ടാണ് റഫ്. ഖബറിന് റഫാണ്. നമ്മൾ അടുത്തത് അതാ പറയുന്നത്. മനവാനി എന്നുള്ളതും മുബത്തത ആണ്. അവിടെ അലിഫ് കൊണ്ടാണ് റഫ്. നൂനുമല്ല നോക്കണ്ട, നമ്മൾ അലിഫ് കൊണ്ടാണ്. തസ്നിയ ആയതുകൊണ്ട് റജുലുൻ റജുലാനി എന്ന് പറയുമ്പോൾ അത് തസ്നിയാണ്. അതുപോലെ ഖഫീസാനി എന്ന് പറയുമ്പോഴും അവിടെ അലിഫ് കൊണ്ടാണ് റഫ്. ഒക്കെ മുത്തയാണ്. ഇഷുറൂന അവിടെ ഒരു ബഹുവചനമാണത്. അപ്പോൾ വാവ് കൊണ്ടാണ് റഫ്. ഇഷുറൂന. മിൽ ഉ അത് ലമ്മത്ത് കൊണ്ടാണ്. ഹു എന്നുള്ളത് മുലാഫിലേയാണ്. മിൽ ഉഹു എന്നുള്ളത് മുക്തയാണ്. അതും ഹു എന്നുള്ളത് മുലാഫിലേയാണ്. മിൽ ഉ എന്നുള്ളത് ലമ്മത്ത് കൊണ്ട് റഫ്. എല്ലാം ഓരോ അളവുകളാണ്. ആ അളവ് പൂർണ്ണമാണ്. നമ്മൾ ഒരാൾ ചോദിക്കുകയാണ് എത്ര ജെയ്ത്ത് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒരു റിത്തിൽ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ ആശയം കിട്ടുന്നുണ്ട്. എന്നാൽ അത് ചില സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അത് ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ ജെയ്ത്തൻ എന്ന് നമ്മൾ തമീസ് പ്രകാരം നെസ്ബ് കൊടുക്കും. ചില അതെ അതെ, അത് ഇസ്മുത്താമാണ്. എല്ലാ കണക്കുകളും അളവും അതൊരു കണക്കാണ്. അതായത് 100% എന്നർത്ഥം. അത് നിറച്ചും അതിൻ്റെ ഫുള്ളും എന്നല്ലേ, അതൊരളവാണ്. അത് തേൻ കുപ്പി, ഉദാഹരണം പറഞ്ഞ ഒരു തേൻ കുപ്പി. ആ തേൻ കുപ്പിയിൽ നിറച്ചും തേനുണ്ട്. ഇല്ല, ഇതുവരെ ഈ ദിർഹമൻ എന്നുള്ളത് വരെ. പിന്നെ വലി എന്നുള്ളത്, അത് ലീ എന്നുള്ളത് വേറെയാണ്. എനിക്കുണ്ട്. മിൽ ഉഹു ഈ പാത്രം നിറച്ചും, അത് നിറച്ചും. അസലൻ തേനുണ്ട്. അപ്പോൾ ഇത് വേറെ. ഇവിടുന്ന് അങ്ങോട്ട് വേറെ. അത് ഇന്ത്യ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. എൻ്റെ അടുക്കലുണ്ട് മിൽ ഉഹു അത് നിറച്ചും തേനുണ്ട്, അങ്ങനെയും പറയാം. പക്ഷെ ഇവിടെ അത് ഒന്ന് വേറെ ഒരു ലഫ്ദ് എനിക്കുണ്ട് എന്നെടുത്ത് അവിടെ പറഞ്ഞു. ഓക്കെ ആണോ? ഇത് മൊത്തം ഒന്ന്. നമ്മളിപ്പോൾ ഒരു ഫീല് ഇസ്മു ഫായിൽ എന്നൊക്കെ പറഞ്ഞൊക്കെ ഓരോന്നായിട്ട് എണ്ണിയല്ലോ. അത് ഒന്നായിട്ടാണ് എണ്ണുക ഒരാമിൽ. അത് അസലു എന്ന് പറയണം. അതിൻ്റെ ഖബറായിട്ട് പറയണം. അല്ല സോറി, ഖബറല്ല, മുബ്തദായിട്ട് പറയണം. അങ്ങനെ പറയാം. അത് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്ന ആമിലായി അതുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ നമ്മൾ ഇങ്ങനൊരു അളവ് പറയുമ്പോൾ, ഇപ്പോൾ ഈ എഴുറൂന എന്നുള്ളടത്ത് എൻ്റെ അടുത്ത് 30 ദിർഹമുണ്ട്. സലാസൂന ദിർഹമൻ. ഇപ്പോൾ വിദേശത്തുള്ള നോട്ടിലൊക്കെ കാണാം നമ്മുടെ ദിർഹം. അവിടെ എന്താ എഴുതിയിട്ടുണ്ടാവുക? അഷറ, ഇഷുറൂന, സലാസൂന. ഇഷുറൂന എന്നുള്ളിടത്ത് ദിർഹമൻ നഗരം കാണാം. ഹംസൂന ദിർഹമൻ. പക്ഷേ 100 ദിർഹമൻ ആവില്ല. അത് ഇലാഫത്ത് ചെയ്തിട്ടാണ് പറയാം. ആ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ പരിശോധിച്ച് നോക്കിയാൽ കാണാം. അതുപോലെ 2 ദിർഹം എന്നുള്ളതിന് ദിർഹമൈനി എന്ന് പറയും. ദിർഹം. പിന്നെ 3 ദിർഹം ആണെങ്കിൽ 5 ദിർഹം ആണെങ്കിലും ഹംസത്തു ദറാഹിം 5 ദിർഹമുകൾ അങ്ങനെ പറയാം. പക്ഷേ ഈ ഇഷുറൂന, സലാസൂന, ഹംസൂന, സിത്തൂന, സബൂന, സമാനൂന, തിസ്ഊന ഇതൊക്കെ ദിർഹമൻ എന്ന രൂപത്തിലാണ്. നോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും, ദിർഹമൻ എഴുതിയിട്ടുണ്ടാവും.
അതാണ് അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞത് അതാണ്. നമ്മൾ അസീസ് ഖാൻ്റെ അടുത്ത് സൗദിയുടെ അല്ല, സൗദി അല്ല, അത് യുടെ ദിർഹം ഉണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഓരോന്നും ഈ എണ്ണത്തിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒന്നിന് നമ്മൾ ആ പദം തന്നെയാണ് ഉപയോഗിക്കുക. ഉദാഹരണം പറയാം, റജുല്, റജുല്. അപ്പോൾ അവിടെ ഒരു റജുലിന് റജുലൻ എന്ന് പറയും. രണ്ടാൾക്ക് ഇസിന റജുലിൻ എന്നല്ല പറയാം, റജുലാനി എന്ന് പറയും. മൂന്നാൾക്ക് സലാസത്തു റിജാലിൻ, 3 മുതൽ 10 ഉൾപ്പെടെ അങ്ങനെ റിജാലിൻ എന്നാണ് പറയാം. ഏതുപോലെ ദഖായിഖ് എന്ന് പറഞ്ഞ പോലെ. ദഖായിഖ് എന്ന് പറഞ്ഞാൽ ദഖീഖത്തിന്റെ ജംആണ്, ദഖീഖ് എന്നുള്ളതിന്റെ ബഹുവചനമാണ്. പിന്നെ 11 മുതൽ 99 വരെ ഇങ്ങനെ ഓരോന്നിലേക്കും ദിർഹമൻ, ദഖീഖൻ അങ്ങനെയാണ്. 100 ആവുമ്പോൾ അതെ 11 മുതൽ 99 വരെ അങ്ങനെയാണ് ഉപയോഗിക്കുക. ഈ തമീസ് പ്രകാരം കിട്ടുക. അത് നമ്മളെവിടെ പറഞ്ഞു? കം ക അയ്യൻ കഥ എന്നുള്ള ഒരു ആമിൽ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ, അവിടെ പറഞ്ഞു. 100 ആവുമ്പോൾ ഏകവചനത്തിലേക്ക് ചേർക്കും. 1000 ആവുമ്പോഴും അങ്ങനെ 10,000 ആവുമ്പോഴൊക്കെ ഏകവചനത്തിലേക്കാണ് ചേർക്കുക. നമ്മൾ മലയാളത്തിലും അങ്ങനെ തന്നെയല്ലേ പറയാം. 1 ഉറുപ്പ്യ, 2 ഉറുപ്പ്യ, അതുപോലെ 10 രൂപ, രൂപകൾ എന്ന് പറയില്ലല്ലോ. ഏതിനു ചെമ്പ് വരില്ല. അപ്പൊ നമുക്ക് അതൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറയാം. പിന്നെ പൈസ 50 പൈസ എന്ന് തന്നെയല്ലേ പറയാം അല്ലേ? 50 പൈസകൾ എന്ന് പറയില്ല, 100 പൈസ ഒക്കെ അങ്ങനെ തന്നെ പറയാം. നമ്മളൊക്കെ ഏകവചനമായിട്ടാണ് പറയാം. അതേപോലെ അറബി നിയമപ്രകാരം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? 2 റുപ്പീസ് എന്നാ പറയാ, 10 റുപ്പീസ്, 1 റുപ്പി. ഇനി 1000, 2000 അല്ലേ? 2000 എന്ന് പറയില്ല, 2000 റുപ്പീസ്. അത് ഓരോ ഭാഷയിലും അതിൻ്റെതായ നിയമം. അപ്പം ഇവിടെ 1 ആവുമ്പോൾ അതന്നെ പറയും, 2 ആവുമ്പോൾ അതിനെ തസ്നിയാക്കും, 3 മുതൽ 10 വരെ ബഹുവചനത്തിലേക്ക് ചേർത്തിട്ട് പറയും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അഷ്റു ദഖായിഖ് അല്ലെങ്കിൽ ഖംസു ദഖായിഖ്. പിന്നെ 11 മുതൽ 99 വരെ ഇങ്ങനെ പറയും. അഹദ അശറ കൗകബൻ, ഇസ്ന അശറ കൗകബൻ, ഇശ്റൂന കൗകബൻ, സലാസൂന കൗകബൻ. ഇവിടെ ദിർഹമൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അഹദ അശറ ദിർഹമൻ, ഇശ്റൂന ദിർഹമൻ. അതെ ഉണ്ട്. അത് അഹദ അശറാണ്, 11ആണ്. 11 കവാക്കിബ്. 101 ആവുമ്പോ മിഅത്തുൻ വ വാഹിദുൻ, മിഅത്തുൻ വ വാഹിദുൻ. അവിടെയും ഈ രൂപത്തിലാണ് പറയാ, ഈ ഏകവചനം തമീസായിട്ടാണ് പറയാം. പിന്നൊക്കെ കെട്ടുകളിലേ മാറുള്ളൂ. അതായത് ഇപ്പോൾ 100 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചേഞ്ച് വരുന്നത് 200 വരിക, പിന്നെ 300, 400, 500, 600 അങ്ങനെ വരും. അപ്പം അതിൻ്റെ ഇടക്ക് വരുന്ന ഈ ചില്ലറകളൊക്കെ ഇങ്ങനെ ഈ ദിർഹമൻ എന്നുള്ള കൗക്കബൻ എന്നൊക്കെ ഇട്ടിട്ടാണ് പറയാം. അല്ല 200 ഇപ്പം എന്താ 200 രൂപ പറയാ? മിഅത്തൈ ദിർഹമൻ എന്ന് പറയാം, മിഅത്തൈ ദിർഹമിൻ. പതിനൊന്നല്ല പറഞ്ഞു ഞാൻ, 100ന്റെ കാര്യമാണ് പറഞ്ഞു. 100ന്റെ കെട്ടില് മാറ്റം വരും. 100ന് മിഅത്തു ദിർഹമിൻ എന്ന് പറയും,
200-ന് മിഅത്തൈ ദിർഹമിൻ എന്ന് പറയും. മറ്റേത് സലാസു മിഅത്തി ദിർഹമിൻ, ഖംസു മിഅത്തി ദിർഹമിൻ അങ്ങനെ പറയും. അതിൻ്റെ ഈ ചില്ലറ ഉണ്ടാവില്ലേ, 501, 511, 521 അവിടെയൊക്കെ ഇങ്ങനെ ഇതായിട്ടാണ് പറയാം. ഈ തമീസ് പ്രകാരം നെസ്ബായിട്ടാണ് പറയാം, ഏകവചനം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി പറയാനുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ മറ്റേതിൽ പഠിച്ചതാണ്, നഹ്വുൽ വാദിഹിൽ പഠിച്ചതാണ്. അൽ ഇബ്തിദാഉ, ഇബ്തിദാ എന്ന കാണാൻ പറ്റാത്ത ആമിൽ. ഇവിടെ നോക്ക്, ഞാൻ ഷെയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സൈദുൻ ഖായിമുൻ, ഇവിടെ സൈദുൻ എന്നുള്ളതിന് റഫ് കൊടുത്ത ആമിൽ ഏതാണ്? ഒന്നും നമ്മൾ കാണുന്നില്ല. അതിന് സൈദ് മുബ്തദ ആണ്, അതിന് റഫ് കൊടുത്ത ആമിൽ ഏതാണ്? കാണുന്നുണ്ടോ? മറ്റോടത്തൊക്കെ നമ്മളിപ്പോൾ റിത്തുൽ എന്നുള്ള ഇസ്മിനെ കണ്ടു. ഇനി ഒരു ഫീലാണെങ്കിൽ ഫായിലിക്ക് റഫ് കൊടുത്ത ഫീലിനെ കണ്ടു. മുലാഫ് മുലാഫിലേക്ക് ജറു കൊടുത്ത മുലാഫിനെ കണ്ടു. അങ്ങനെയൊക്കെ കാണും, ലഫ്ദിൽ കാണും. ഇവിടെ സൈദുൻ എന്നുള്ളതിനിക്ക് ഒരു ആമിൽ നമ്മൾ കാണുന്നില്ല, മുമ്പ് ഒരു ആമിലിനെ കാണുന്നു. അപ്പം മഅനവിയായ ആമിൽ എന്ന് പറയാം, കാണാത്ത ആമിൽ. അപ്പോൾ ഇബ്തിദാ എന്ന മഅനവിയായ ആമിൽ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സൈദുൻ, സൈദുൻ എന്നുള്ളത് മുബ്തദ ആണ്. മുബ്തദഇന് ഇഅ്റാബ് റഫ് ആണ്. ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്ത ആമിൽ ഇബ്തിദാ എന്ന മഅനവിയായ ആമിൽ. അപ്പോൾ ഇവിടെ അടുത്തൊരു ഉദാഹരണം കാണാം. മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുബ്തദ. അതിൻ്റെ മുമ്പ് ഒരു ഇറാബും നമ്മൾ കാണുന്നില്ല, ആമിലും കാണുന്നില്ല. പക്ഷേ ആമിൽ കാണുന്നില്ലെങ്കിലും അവിടെ ഒരു ആമിലുണ്ട്. ഇബ്തിദാ എന്നാണ് ആമിലിൻ്റെ പേര്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വമിൻഹ, 100 ആമിലുകളിൽ പെട്ടതാണ് അൽ ഇബ്തിദാഉ, ഇബ്തിദാ എന്നുള്ളത്. വഹുവ, അത് ഇബ്തിദാ എന്നുള്ളത് യർഫഉ, റഫ് ചെയ്യും, അൽ മുബ്തദഅ വൽ ഖബറ, മുബ്തദഇനിക്കും ഖബറിനിക്കും റഫ് ചെയ്യും. മുബ്തദഇനും ഖബറിനും റഫ് കൊടുക്കുന്നത് ഇബ്തിദാ ആണ്, രണ്ടിനും. ഏതുപോലെ സൈദുൻ ഖായിമുൻ എന്നുള്ളത് പോലെ. അപ്പോൾ അവിടെ അവിടെ ഒന്നും കാണുന്നില്ല, ശരിയാണ്. ഇത് മഅനവിയായ ആമിലാണ്. മറ്റേത് ലഫ്ളിയായ ആമിലുകളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇത് മഅനവിയാണ്. നഹ്വു മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ അല്ലേ? സിമ്പിളാണ്. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു മാനവിയായ നമ്മൾ കാണാത്ത ഒരാമിലിനെ കൂടിയാണ് പറയുന്നത്. റാഫിഉൽ മുളാരിഇ, മുളാരിഇനിക്ക് റഫ് ചെയ്യുന്നത്. മുളാരിഇനിക്ക് റഫ് ചെയ്യുന്നത്, മുളാരിഇനിക്ക് നെസ്ബ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്മ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഫ് ചെയ്യുന്നത് എന്താ? ഈ ജസ്മ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇൻ, ലം, ലമ്മ, ലാമുൽ അംരി, വലാ ലിന്നഹി. മുളാരിയായ ഫീലിക്ക് ജസ്മ് ചെയ്യുന്നതാണ്. നെസ്ബ് ചെയ്യുന്നതാണ് അൻ, ലൻ, കൈ. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മുളാരിയായ ഫീലിക്ക് റഫ് ചെയ്യുന്ന ആമിൽ നമ്മൾ കാണുന്നില്ല. ഇവിടെ ഉദാഹരണം നോക്ക് നിങ്ങൾ. സൈദുൻ യദ്രിബു, സൈദുൻ യദ്രിബു. ഇവിടെ ഈ യദ്രിബു എന്നുള്ളതിൻ്റെ മുമ്പ് എന്താ ആമിലുള്ളത്? ഒരാമിലും ഇല്ലല്ലോ. സൈദ് എന്നുള്ളത് മുബ്തദ ആണ്. ആ മുബ്തദയിനിക്ക് ഇറാബ് റഫ് കൊടുത്തത് ഇബ്തിദാ എന്ന മാനവിയായ ആമിലാണ്. യദ്രിബു എന്നുള്ളത് ഫീല് മുളാരിയാണ്, മർഫൂ ആണ്, റഫ് കിട്ടിയതാണ്. മുളാരിയായ ഫീലിക്ക് റഫ് കൊടുത്തത് ഏതാ?
മഅനവിയായ ആമിലാണ്. അത് കാണൂല. അതിൻ്റെ പേര് റാഫിഉൽ മുളാരിഇ എന്ന് പറയാം. മുളാരിഇനിക്ക് റഫ് ചെയ്യുന്നത്, മുളാരിഇനിക്ക് റഫ് ചെയ്യുന്നത്. അടുത്ത ഉദാഹരണം നോക്ക് നിങ്ങൾ. സയഖൂലു സുഫഹാഉ. ഇവിടെ നോക്കി, സയഖൂലു എന്ന യഖൂലു സയഖൂലു എന്നുള്ളതിന് റഫ് കൊടുത്തത് ഏതാ? റാഫിഉൽ മുളാരി'. കാണുന്നില്ല. അല്ല, അവർ ശേഷം പറയും. ശേഷം എന്നുള്ള അർത്ഥം. നമ്മൾ ഒരു സീനും സൗഫയും മറ്റേ ഇതിനു വേണ്ടി വരുന്നതാണ്. ഇത് രണ്ടിനും ഉപയോഗിക്കുമല്ലോ. മുളാരിയായ ഫീല് ഹാലിനുക്കും ഉപയോഗിക്കും, ഇസ്തിഖ്ബാലിനും ഉപയോഗിക്കും. മുളാരിയായ ഫീൽ രണ്ടിനും ഉപയോഗിക്കും, ഹാലിനുക്കും ഉപയോഗിക്കും, ഇസ്തിഖ്ബാലിനും ഉപയോഗിക്കും. അപ്പോൾ ഈ സീനും സൗഫയും വന്നു കഴിഞ്ഞാൽ അത് ഇസ്തിഖ്ബാലാണ്, ഭാവി കാലത്തിനാണ് എന്നറിയിക്കുന്നതിനാണ് സീനും സൗഫയും. ലാമു വന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് ടെൻസ് ആണ് എന്നറിയിക്കുന്നതാണ്. അപ്പോൾ ഇസ്തിഖ്ബാലാവുമ്പോൾ അതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് ഈ സീനും സൗഫയും. ഇനി രണ്ടും ഇല്ലാന്ന് നോക്കുക, യദ്രിബു എന്ന് നോക്കുക. യദ്രിബു എന്നാണെങ്കിൽ അത് രണ്ട് മീനിങ്ങും വരാം. ഹാലും ആവാം, പ്രസന്റും ആവാം, ഫ്യൂച്ചറും ആവാം. സെയ്ദുൻ യദ്രിബു എന്ന് പറഞ്ഞാൽ സെയ്ദ് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അർത്ഥം പറയാം. സെയ്ദ് ഭാവിയിൽ അടിക്കും എന്നും അർത്ഥം പറയാം. എന്നാൽ സെയ്ദുൻ സയദ്രിബു എന്ന് പറഞ്ഞാലോ സെയ്ദ് ഭാവിയിൽ അടിക്കും എന്ന അർത്ഥമേ പറയാവൂ. സെയ്ദ് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. സെയ്ദുൻ ലയദ്രിബു എന്ന് പറഞ്ഞാലോ സെയ്ദ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം, ഭാവിയിൽ അടിക്കും എന്ന അർത്ഥം അവിടെ പറയാൻ പറ്റില്ല. ഈ രണ്ട് അടയാളം ഇല്ലെങ്കിൽ രണ്ടിനും മീനിങ് വരാം. സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കണം. ശേഷം പറയും. ഇത് ഇസ്മിയായ ജുംലയായിട്ട് വരുമ്പോൾ സെയ്ദുൻ യദ്രിബു എന്ന് പറയാം. അല്ല, യദ്രിബു സെയ്ദുൻ എന്ന് പറഞ്ഞാലും സെയ്ദുൻ യദ്രിബു എന്ന് പറഞ്ഞാലും ഒന്ന് ഇസ്മിയായ ജുംലയാണ്, ഒന്ന് ഫീലിയായ ജുംലയാണ്. ഫീൽ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. ഫീൽ കൊണ്ട് തുടങ്ങുന്ന ജുംലയാകുമ്പോൾ ഒരു പുതുക്കം കിട്ടും. മുമ്പ് ചെയ്തിരുന്നില്ല, ഇപ്പം ചെയ്യുക എന്നുള്ളൊരു പുതുക്കം കിട്ടും ഫീലിയായ ജുംലയാകുമ്പോൾ. ഇസ്മിയായ ജുംലയാകുമ്പോൾ അത് കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുപോലെ തന്നെയാണ് എന്നുള്ളൊരു അർത്ഥം കിട്ടും. ഒരു കണ്ടിന്യൂറ്റി കിട്ടും ഇസ്മിയായ ജുംല. യെസ്. പിന്നെയും ഗ്രാമർ പരമായിട്ട് തെറ്റൊന്നും വരില്ല, പക്ഷെ അതിൻ്റെ മീനിങ് പരമായിട്ട് വിഷയങ്ങൾ വരും. അത് നമ്മുടെ മദ്ഖൽ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് നമ്മൾ പഠിക്കും. അതിൽ വിശദീകരിച്ച് നമുക്ക് ഓരോ ഉദാഹരണം വെച്ചിട്ട് അത് പറയും. എന്തുകൊണ്ട് ഫീലിയായ ജുംല, ഫീൽ കൊണ്ട് തുടങ്ങുന്ന ഫീലിയായ ജുംലയാകുമ്പോൾ അതൊരു മുമ്പുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഉണ്ടായതാണ്, പുതുതായതാണ് എന്നതറിയിക്കും. മറ്റേത് ഇസ്മിയായ ജുംലയാകുമ്പോൾ അത് ദവാമു സുബൂത്ത് എന്ന് പറയാം. മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ സെയ്ദുൻ സായിഖുൻ, സെയ്ദ് ഡ്രൈവറാണ്. അതിൻ്റെ അർത്ഥം സെയ്ദ് ഇപ്പം പറയുമ്പോൾ ഡ്രൈവറായതല്ല, മുമ്പേ ഡ്രൈവറാണ്, ഇപ്പോഴും ഡ്രൈവറാണ്. ഇനി നേരെ മറിച്ചോ യസൂക്കു സെയ്ദുൻ, സെയ്ദ് ഡ്രൈവ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡ്രൈവിങ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളത് കിട്ടും. ഓക്കെ അല്ലേ? എവിടെ ബാക്കിയുള്ളവർ? റഷീദ് കാ, അസീസ് കാ, എല്ലാവരും ഇല്ലേ?
പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ അത് നമ്മൾ ഇനി മറ്റേ ഹദീസൊക്കെ ഓതുന്ന സമയത്ത് ഒന്നുകൂടി ഇങ്ങനെ ഇതല്ല ആവർത്തിക്കും, ഈ വിഷയങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഒരു ഗ്രാമർ ആകുമ്പോൾ നമ്മൾ അങ്ങനെ എവിടുന്ന് പഠിച്ചാലും അത് നമ്മൾ ഗുണം ചെയ്യും. അപ്പോൾ ഈ മുബ്തദവും ഖബറും എല്ലായിടത്തും വരുമല്ലോ. നമ്മളിനി ഓരോന്നും കിതാബിലേക്ക് ഹദീസിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ പറയും. അപ്പോൾ നമുക്കൊരു ഹദീസ് പറയുമ്പോൾ അടുത്ത ഹദീസിലേക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ്. നോക്കാം. വമിൻഹ 100 ആമിലുകളിൽ പെട്ടതാണ് റാഫിഉൽ മുളാരിഇ. റാഫിഉൽ മുളാരിഇ, മുളാരിഇനിക്ക് റഫ് ചെയ്യുന്നത്. വഹുവ, എന്താ റാഫിഉൽ മുളാരി എന്ന് പറഞ്ഞാൽ? ഖുലുബുഹു, മുളാരി ഒഴിവാകലാണ്. ഖുലുബുഹു, കാലിയാവലാണ്, ഒഴിവാകലാണ്. അനിന്നാസിബി, നസ്ബ് ചെയ്യുന്നതിനെ തൊട്ടും വൽ ജാസിമി, ജസ്മ് ചെയ്യുന്നതിനെ തൊട്ടും. നസ്ബ് ചെയ്യുന്നതിനെ തൊട്ടും ജസ്മ് ചെയ്യുന്നതിനെ തൊട്ടും ഒഴിവാകുക. അപ്പം നസ്ബ് ചെയ്യുന്നതും ഇല്ലാതിരിക്കുക, ജസ്മ് ചെയ്യുന്നതും ഇല്ലാതിരിക്കുക. അപ്പം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരു ആമില്. രണ്ടും, നസ്ബ് ചെയ്യുന്നതും ഇല്ലാതിരിക്കുന്നു, ജസ്മ് ചെയ്യുന്നതും ഇല്ലാതിരിക്കുന്നു, അതൊരു ആമില്. അതുകൊണ്ട് കാണുന്നില്ല അത്. ഇപ്പം യദ്രിബു എന്നുള്ളടത്ത് അതിന് മുമ്പ് എന്താ കാണുന്നത് നമ്മൾ? എന്തുണ്ട് അവിടെ? രണ്ടും ഇല്ലാതിരിക്കുക എന്നതും ഉണ്ടാവുന്നുണ്ട്. നസ്ബ് ചെയ്യുന്ന ആമിൽ ഇല്ലാതിരിക്കുക എന്നതും ജസ്മ് ചെയ്യുന്ന ആമിൽ ഇല്ലാതിരിക്കുക എന്നതും അവിടെ ഉണ്ട്. അപ്പം അതാണ് റാഫിഉൽ മുളാരി. നഹ്വു സൈദുൻ യദ്രിബു വമിഥ്ലു സയഖൂലു സുഫഹാഉ. സുഫഹാഉ എന്നുള്ളത് ഫായിലാണ്. ഫായിലിന് ഇറാബ് റഫ് ആണ്. റഫ് ചെയ്ത ആമില് യഖൂലു, സയഖൂലു എന്ന ഫിഅലാണ്. എന്നാൽ സയഖൂലു എന്നുള്ളത് മുളാരിയായ ഫിഅലാണ്. മുളാരിയായ ഫിഅലിന് ഇറാബ് റഫ് ആണ്. ലമ്മത്ത് കൊണ്ടാണ് റഫ് ചെയ്ത ആമില് ഖുലുവ്, റാഫിഉൽ മുളാരി എന്നുള്ള ആമിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? റഷീദ് എവിടെ? റഷീദ് എന്തൊന്നും സംസാരിക്കാത്ത? കേൾക്കുന്നില്ലേ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നിരിക്കും അത് ഇസ്മിയായ ജുംല ആയിരിക്കും, അല്ലെങ്കിൽ ഫേലിയായ ജുംല ആയിരിക്കും. ഫേലിയായ ജുംല ആകുമ്പോൾ ചിലപ്പോൾ മാലിയായ ഫീൽ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും, ചിലപ്പോൾ മുളാരിയായ ഫീൽ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും. മാലിയായ ഫീൽ മബിനിയാണ്, അപ്പോൾ അതിന് ആമിൽ നമ്മൾ തിരയേണ്ട ആവശ്യമില്ല. മുളാരിയായ ഫീൽ മുറബാണ്, അപ്പോൾ ആമിൽ വേണം. ആ ആമിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി കുറച്ചുകൂടി പറഞ്ഞാൽ തീർന്നു. ഞാൻ ആദ്യം അതിൻ്റെ പോയിന്റ് പറയാം. ഏത്? കാണുന്നില്ല? ഒന്ന് റീജോയിൻ ചെയ്യും റഷീദ് ഖാൻ, ഒന്ന് റീജോയിൻ ചെയ്യും. ഇപ്പൊ കാണുന്നുണ്ടോ? ഞാനൊന്ന് റീഷെയർ ചെയ്യാം.
അതിൽ അൺലിമിറ്റഡ് അല്ലേ?